ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കൊച്ചു കുട്ടികളെ നമ്മൾ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരെ എങ്ങനെയാണ് ലൈൻസിലൂടെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ലെറ്റേഴ്സ് എഴുതുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ തീർച്ചയായിട്ടും ലൈൻസ്, സ്ട്രോക്സ് ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ലൈൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ വേ ആണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള തിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് മാറ്റ് സ്റ്റിക്ക് വേണം, ഒരു A4 സൈസ് പേപ്പർ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിൽ ഇതുപോലെ സ്റ്റാൻഡിങ് ലൈൻ വരച്ച് കൊടുക്കുക. പെന്നോ പെൻസിലോ സ്കെച്ച് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫെവിക്കോൾ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ പാരൻസ് ചെയ്യേണ്ടത്, കുട്ടികൾക്ക് ഈ മാറ്റ് സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ മാറ്റ് സ്റ്റിക്കിൻ്റെ മുകളിൽ ഫെവിക്കോൾ പാരൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് തന്നെ ആ മാറ്റ് സ്റ്റിക്ക് ദാണ്ട് ഇവിടെ വെച്ചതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ഈ മാറ്റ് സ്റ്റിക്ക് ഓരോന്നായിട്ട് ഓരോ ലൈനിൻ്റെ മുകളിലായിട്ട് അത് വെക്കാൻ അവരോട് പറയുക. അപ്പോൾ ഇത് വെക്കുമ്പോൾ അവരെന്താ പറയേണ്ടത്? സ്റ്റാൻഡിങ് ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ എന്നവർ പറഞ്ഞ് പഠിക്കുക. അപ്പോൾ നന്നായിട്ട് അവർക്ക് ആ അവരുടെ മനസ്സിൽ സ്റ്റാൻഡിങ് ലൈൻ എന്താണ് എന്നുള്ളത് നന്നായിട്ട് പതിയും. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റി ഒരു കുഞ്ഞ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.